ജയിച്ചാൽ മേയറാകും എന്നൊരു വാദം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട നേതാവായിട്ട് ശ്രീകുമാർ വന്നിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട നേതാവായി വഞ്ചിയൂർ ബാബു വന്നിട്ടുണ്ട്. വഞ്ചിയൂർ ബാബു നേരത്തെയുള്ള ഗായത്രി ബാബുവിൻ്റെ അച്ഛനാണ്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ഗായത്രി ബാബുവിൻ്റെ അച്ഛനാണ് വഞ്ചിയൂർ ബാബു. വഞ്ചിയൂർ എന്ന് കയറി വന്നിട്ടുണ്ട്. ശിവജി വരുന്നുണ്ട്. CPM-ന്റെ വലിയ ജിഹുവായിട്ടുള്ള CPM-ന്റെ വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന ശിവജി വന്നിട്ടുണ്ട്. അങ്ങനെ CPM-ന് ഒരു വലിയ നിര തന്നെ മേയർമാരാകാനും ഒക്കെ ഇവരൊക്കെ ജയിക്കുമോ? വലിയൊരു ചോദ്യമാണ്. വലിയ ചോദ്യമാണ്. കാര്യം പേട്ടയിൽ നോക്കുമ്പോൾ അശോക് കുമാറാണ് നിൽക്കുന്ന. പാൽക്കുളങ്ങരയിൽ നിരവധി വർഷങ്ങളിൽ കൗൺസിലർ ആയിരുന്നിട്ടുള്ള, പാൽക്കുളങ്ങര വാർഡ് ഉണ്ടായ കാലം മുതലേ ഹിന്ദുമുന്നണിയൊക്കെ BJPക്ക് മുമ്പ് ഹിന്ദുമുന്നണിയുടെ കാലം മുതലേ കൗൺസിലർ ആയിരുന്ന അശോക് കുമാറാണ് പേട്ടയിൽ മത്സരിക്കുന്നത്. ചെറിയ സ്ഥാനാർത്ഥിയല്ല. പിന്നെ കോൺഗ്രസിനും ശക്തമായ സ്ഥാനാർത്ഥിയുണ്ട്. എന്ത് സംഭവിക്കും? ഇനി നമ്മൾ നേരെ അടിച്ച് കോൺഗ്രസിലേക്ക് വന്നാൽ ശബരിനാഥിനെ നിലനിർത്തിക്കൊണ്ട് ഇപ്രാവശ്യം പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വലിയ നിലയിൽ നോക്കുന്നത്. കവടിയാറിലാണ് ശബരിനാഥ് മത്സരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു വോട്ടിനാണ് BJPക്കാർ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയതെന്ന് കൂടി ആലോചിക്കുക. BJPക്ക് വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. മാത്രമല്ല ശാസ്തമംഗലം വാർഡിലെ മധുസൂദനൻ നായർ എന്ന ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെയാണ് കവടിയാറിൽ ഇദ്ദേഹത്തെ ശബരിനാഥിനെ പിടിക്കാനായിട്ട് കോൺഗ്രസ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അവിടെ മധുസൂദനൻ നായരും പ്രധാന കാൻഡിഡേറ്റാണ് BJPയുടെ. ശബരിനാഥ് ഇപ്പോൾ CPM-ന്റെ കാൻഡിഡേറ്റ് അത്ര പ്രമുഖനല്ല. ഇനി നേരെ നമ്മൾ പിടിച്ചാൽ കോൺഗ്രസിനകത്ത് തന്നെ വേറെ കുറേ നേതാക്കൾ, മേരി പുഷ്പം എന്ന് പറഞ്ഞിട്ടുള്ള പഴയ കൗൺസിലർ തന്നെ, കുന്നുകുഴിയിലെ കൗൺസിലർ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്നു.